ഇത് വിഷുവിന് 2 ആഴ്ച മുമ്പേ എടുത്തു വെച്ച വീഡിയോ ആണ്. കാരണം എനിക്ക് നല്ല ഉറപ്പായിരുന്നു വിഷു സമയത്ത് ഒരു പൂ പോലും ഇതിനകത്ത് ഉണ്ടാവില്ലെന്ന്. മുക്കാൽ ഭാഗം കൊഴിഞ്ഞും പോയി, പിന്നെ എല്ലാവരും വലിച്ചിട്ടും പോയി. അതുകൊണ്ട് ഞാൻ നേരത്തെ എടുത്തു വെച്ചത്. ഹായ്, PK ഫാമിലി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പം സമയം എത്രയെന്നറിയാം? 4:10, പുലർച്ചെ 4:10 വിഷു ദിവസം. നമ്മൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ഞാൻ കുളിച്ച് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കണി ഒരുക്കാൻ പോവാണ്. അപ്പോൾ കണി ഒരുക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ കൃഷ്ണനെ ഇപ്പോൾ താഴെ എടുത്ത് വെക്കാൻ പോവല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് നമുക്ക് കണി ഒരുക്കാം. ആരും എണ്ണീട്ടിട്ടില്ല. 4 മണി ആയിട്ടുള്ളൂ. 4 മണി കഴിഞ്ഞു. 4:10 അല്ല, എല്ലാവിടെയും പടക്കമൊക്കെ പൊട്ടി തുടങ്ങി. നമുക്ക് ഞാൻ 4 മണിയായി പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ 4 മണിക്കൊക്കെ എണീറ്റ് പറഞ്ഞിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വെളിയിലൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. എങ്ങനെ കണി ഒരുക്കുന്നൊന്നും അറിയില്ല. ഇത് ഏകദേശം ഐഡിയയിൽ ഒരുക്കുന്നത്. ഇവിടെ ഒരുക്കിയിട്ട് വേണം ഞങ്ങൾക്ക് ഇത് തറവാട്ട് വീട്ടിലേക്ക് പോകാം. പിന്നെ നമുക്ക് നമ്മുടെ ഗുരുവായൂരത്തിനടുത്ത് വയ്ക്കാം. എൻ്റെ അനിയൻ ഗുരുവായൂർ പോയപ്പോൾ വാങ്ങിട്ട് വന്നതാണ്. എന്തായാലും ഗുരുവായൂരത്തിൻ്റെ തുണയായിട്ട് വിചാരിച്ചു, വീട്ടിൽ നിൽക്കട്ടെന്ന് വിചാരിച്ചു.
വിഷുവിന് മുണ്ട് വാങ്ങിക്കാൻ മറന്നുപോയി. അങ്ങനെ എന്തായാലും നമ്മുടെ ഷോപ്പിൽ പുതിയ പുതിയ ഡ്രസ്സ് ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും ഒരു ഗോൾഡൻ കളർ ചുരിദാർ എടുത്ത് വന്നു. പുതിയത് കാണണമെന്നുണ്ട്. വാൽക്കണ്ണടിയൊന്നുമില്ല. അപ്പൊ ഉള്ള കണ്ണടി വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വിഷു ആകുന്നതിന് മുമ്പേ കണിക്കൊന്ന പൂത്തിട്ട് പോയി. വിഷു വരാൻ വൈകിയത് കൊണ്ട് കണിക്കൊന്ന ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണോ അറിയില്ല. ഇപ്പൊ പൂ കിട്ടിയത് കണ്ടു. സാധാരണ നിറയെ പൂവുള്ള സമയം ഉണ്ടായിരുന്നു പണ്ടൊക്കെ. ഇപ്പൊ പൂവേ കിട്ടാനില്ല. അത് കാശ് കൊടുത്ത് വാങ്ങിയതാണ്. എന്തായാലും നമ്മുടെ കൃഷ്ണനെ വെള്ളപ്പൂ ഇല്ലാണ്ട് പറ്റില്ലല്ലോ. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കണി ഒരുക്കിയിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇപ്പൊ ഞങ്ങളിവിടെ ചെറുതായിട്ട് കണി ഒരുക്കിയിട്ട് നാളെ പിന്നെ വീട്ടിൽ പോയിട്ട് വലിയ കണി അവിടെ ഇടും. നമ്മുടെ ചെറിയൊരു കണി. അടുത്ത വർഷമാകുമ്പോഴേക്കും ഇതുപോലെ ഒരു ഉണ്ണിക്കണ്ണൻ ഞങ്ങളുടെ കുളത്ത് ഉണ്ടാവണേന്ന് പ്രാർത്ഥിക്കണേ. കണിയെല്ലാം സെറ്റാക്കി റെഡിയാക്കി എല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് ഏട്ടനെ പോയിട്ട് വിളിച്ചു തരാം. ഏട്ടാ ഏട്ടാ വരി, ഇതാ കണ്ണു റെഡിയായി. ഈശോടോല് കണി കാണിക്കുന്ന കണിയൊന്നും കാണില്ല. നമുക്ക് കാണും. എന്നിട്ട് ഐശ്വര്യായിട്ട് 1500 കയ്യിലൊക്കെ തരുന്നു. 1500 പോയിട്ട് സാരി കൊടുത്ത് റെഡിയായിട്ട് വരാം. ഹായ് ഏട്ടാ, പൂജ കഴിക്കും.
ഇതാണ് വീട്ടിലത്തെ വിഷുക്കണി. ഞങ്ങൾ പോകുമ്പോഴേക്കും അവർ കണിയൊക്കെ ഒരുക്കി. തൊഴുതേ തൊഴുതരാമുണ്ടോ തൊഴുതരാമുണ്ടോ? ഓ വലിയ ആള് മുടി പെട്ടിരിക്കുന്ന സൂപ്പറായിട്ടുണ്ടല്ലേ. ഇത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ദേവീ ക്ഷേത്രമാണ്, മാരിയമ്മൻ ക്ഷേത്രം. അവിടെ നിന്ന് കൈനീട്ടവും വാങ്ങി. ഇത് വടക്കൻതറ ദേവീ ക്ഷേത്രവും വിഷ്ണു ക്ഷേത്രവും കൂടെ ഒരുമിച്ചുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല തിരക്കായിരുന്നു. ഇന്ന് ഒന്നാമത് കൃഷ്ണൻ്റെ അമ്പലങ്ങളിലൊക്കെ നല്ല തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചായത് തന്നെ കൊണ്ട് നല്ല തിരക്ക് കാരണം നിന്ന് ക്ഷമ നശിച്ചു. അവനാണെങ്കിൽ ഒരവിടെ നിൽക്കുന്നേ ഇല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഞങ്ങൾ എന്നിട്ട് അവനെ വിട്ടിട്ട് പോകാനെന്ന് പറഞ്ഞിട്ട് കിടക്കുമ്പോൾ അവനക്ക് ഒരു വിഷയമല്ല. വിട്ടിട്ട് പോയാലും പ്രശ്നമില്ല. എനിക്ക് നിൽക്കാൻ പറ്റില്ല, എനിക്ക് അമ്പലത്തിൽ പോകണ്ട, തൊഴുതണ്ട, എനിക്ക് പോയാൽ മതി എന്ന് പറഞ്ഞ് അവിടെ കുറേ നേരം എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനും വിചാരിച്ചു കുറച്ച് നേരം ഒതുങ്ങിയിരിക്കുകയാണെങ്കിൽ ഇരിക്കട്ടെ എന്ന്.